ശരിക്കും ഞാൻ പ്രേക്ഷകരോടാണ് ചോദിക്കുന്നത്. ഇത്രയേറെ ബോംബ് ഉണ്ടാക്കുന്ന കേന്ദ്രങ്ങൾ പല സ്ഥലങ്ങളിലും ഉണ്ടെന്ന് പറയുന്നു. പക്ഷേ ആ ബോംബുകളൊന്നും കേരളത്തിൽ പൊട്ടുന്നില്ല. അതപ്പോൾ എവിടെ പോകുന്നു? നിങ്ങൾ ചിന്തിക്കുന്നില്ലേ ഒരു തവണയെങ്കിലും? ചിന്തിക്കേണ്ട വിഷയം തന്നെയല്ലേ ഇത്? ജാബി, ഉണ്ടാക്കുന്ന സാധനങ്ങൾ ശരിക്കും എവിടെയാണ് കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ എന്താണ് ചെയ്യുന്നത്? ഇതെല്ലാം എക്സ്പോർട്ട് ചെയ്ത് പോവാണോ, അതല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ള? കേരളത്തിൽ ഉപയോഗിക്കുന്നില്ല. കേരളത്തിൽ ഉപയോഗിച്ച് അത്ര സ്ഫോടനങ്ങൾ വരണ്ടേ? എന്തിനു വേണ്ടി നിർമ്മിക്കുന്നു, ആർക്ക് വേണ്ടി നിർമ്മിക്കുന്നു, ഈ നിർമ്മിച്ച സാധനങ്ങൾ എവിടെയാ എന്നല്ലേ, എവിടെയെന്ന് നമുക്ക് മനസ്സിലാവണം അല്ലേ? ഇതൊക്കെ ഭയങ്കര വിചിത്രമായിട്ട് തോന്നുന്നു. പക്ഷെ ഇത് പൊട്ടുമ്പോൾ മാത്രമാണ് അറിയുന്നത്. അതെ അതെ, പൊട്ടുമ്പോഴേ അറിയുന്നത്. അത് വലിയൊരു ഇത്രയും തിങ്ങി പാർക്കുന്ന കേരളത്തിൽ ഇവിടെ ഒന്നും ഇങ്ങനെ, അത് പ്രത്യേകിച്ച് കണ്ണൂര്, ട്രിവാൻഡ്രം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, അത്തരം കേന്ദ്രങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഒരു 10 എണ്ണം വെച്ച ഒരാളുണ്ടെങ്കിൽ 100 എണ്ണം വേണമല്ലോ. ആ 100 എണ്ണം കേരളത്തിൽ എവിടെയും പൊട്ടുന്നില്ല. ഇതൊന്നും കണ്ടെത്തുന്നോ അതിനെക്കുറിച്ച് പിന്നെ ഒന്നും കേൾക്കുന്ന പോലും ഇല്ല. സോ ഇത് ഒരു തരത്തിൽ ഭയാനകവും മറ്റൊരു തരത്തിൽ നോക്കുകയാണെങ്കിൽ കോമഡിയാണ്. പക്ഷേ കോമഡിക്ക് അപ്പുറത്തേക്ക് ഇത്തരം സംഭവങ്ങൾ കയറ്റുമതി ചെയ്യേണ്ടതൊന്നും പറയാൻ പറ്റത്തില്ല. അത് അന്യ സംസ്ഥാനങ്ങളിൽ പൊട്ടുന്ന സാധനം നമ്മളെ കേരളത്തിൽ നിർമ്മിച്ചാണെന്ന് പറയാൻ പറ്റുമോ? അതെ അതെ അതെ. കാരണം അയ്യോ ജീവിക്കാൻ ഏറ്റവും സുഖകരമായ സ്ഥലം കേരളം തന്നെയാണ്. അതിൽ കാര്യത്തിനും സംശയം. നമുക്ക് ആരോടും എന്ത് വേണമെങ്കിലും പറയാം. ചിരിച്ചുകൊണ്ടുള്ള ഫേസ് കാണാൻ പറ്റുക കേരളത്തിൽ മാത്രമാണ്. ചിരിച്ച മുഖങ്ങളുടെ ഫേസ് കൂടുതലും, ഒരു അപരിചിതരോട് ഒരു ചുമ്മാ ചിരിക്കുന്ന ഒരു ഫേസ് കാണിക്കും നമ്മളെ കേരളത്തിൽ മാത്രം. കേരളം ഉത്തർപ്രദേശ് ആക്കണം എന്നൊക്കെ പറയുന്ന ആളുകളോട് ഉത്തർപ്രദേശൊക്കെ ഒന്ന് പോയി സന്ദർശിക്കണം. ശരിക്കും എന്താണ് സിറ്റുവേഷൻ അല്ലേ? ഉത്തർപ്രദേശിലൊക്കെ ശരിക്കും ഇപ്പോഴും റിക്ഷയാണ്. ഇവിടെ റിക്ഷ എങ്ങനെ, സൈക്കിൾ റിക്ഷ അതുപോലത്തെ അത്തരം രീതിയിലേക്കൊക്കെയാണ്. ഇവിടെ ഒന്നും കാണാൻ കഴിയാത്ത സാധനങ്ങളാണ്. അതായത് വർഷങ്ങൾക്ക് പിന്നിലാണ് അവരിപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഭരിച്ച സർക്കാരുകൾ ഉണ്ടാക്കിയെടുത്ത, ഇവിടെ ഭരിച്ച ആളുകൾ ഉണ്ടാക്കിയെടുത്ത, അതുപോലെ തന്നെ പ്രവാസ ലോകത്തിൽ നയിക്കുന്ന പാവപ്പെട്ട പ്രവാസികൾ കഷ്ടപ്പെട്ട് പണിത ഒരു സാധനം കൂടെയാണ് കേരളം അല്ലേ? നമസ്കാരം. 2 ദിവസം മുമ്പാണ് ശരിക്കും പാനൂരിൽ ബോംബ് സ്ഫോടനം ഉണ്ടായത്. വലിയ രീതിയിലേക്കാണ് മാധ്യമങ്ങൾ ചർച്ച ചെയ്തത്. ഇപ്പോൾ എൻ്റെ സുഹൃത്ത് ജാബിയാണ് കൂടെ ഇരിക്കുന്നത്. ജാബി, ഞാനിവിടെ രാവിലെ സംസാരിക്കുന്ന സ്ഥിതിക്ക് എന്നോട് ചെറിയ സംശയമാണ് ജാബി ഉന്നയിച്ചത്. ഒരുപാട് ബോംബ് സ്ഫോടനങ്ങൾ ഉണ്ട്, പല സ്ഥലങ്ങളിലും ഉണ്ടാകുന്നുണ്ട്. പക്ഷേ നമ്മുടെ കേരളത്തിൽ ഒരു ബോംബ് സ്ഫോടനം പോലും ഉണ്ടാകുന്നില്ല. അപ്പോൾ ഈ ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ എന്താണ് ചെയ്യുന്നത് എന്നുള്ളൊരു വല്ലാത്ത രീതിയിലേക്കുള്ള ക്വസ്റ്റ്യൻ മാർക്കാണ് ഞങ്ങളുടെ മനസ്സിൽ വന്നത്. ജാബി, ഉണ്ടാക്കുന്ന സാധനങ്ങൾ ശരിക്കും എവിടെയാണ് കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ എന്താണ് ചെയ്യുന്നത്? ഇതെല്ലാം എക്സ്പോർട്ട് ചെയ്ത് പോവാണോ, അതല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ള? കേരളത്തിൽ ഉപയോഗിക്കുന്നില്ല. കേരളത്തിൽ ഉപയോഗിച്ച് അത്ര സ്ഫോടനങ്ങൾ വരണ്ടേ? അതെ അതെ അതെ. ഇവിടെ ഇപ്പം കണ്ടെത്തുന്ന ബോംബുകളും ഈ കയ്യിൽ നിന്ന് പൊട്ടുന്ന ബോംബുകളൊക്കെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇതിനകത്ത് ഉപയോഗിക്കുന്നതായിട്ട് കാണുന്നില്ല. അതുകൊണ്ട് അല്ല ജാബി, കുറേ കാലത്തിന് ശേഷം നമുക്ക് ഒരു കാരണവശാലും ഇവിടെ ബോംബ് സ്ഫോടനം നടന്നു എന്നുള്ളതില്ല അല്ലേ? ശരിക്കും ഇനി എക്സ്പോർട്ട് ചെയ്യാനാവോ? അല്ല, തീർച്ചയായും ജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വിഷയമാണ്. അതായത് കേരളത്തിൽ ഇത്രയേറെ ലെവലിലേക്ക് ചർച്ച ചെയ്യപ്പെടുന്ന, മാധ്യമങ്ങൾ ചർച്ച ചെയ്തൊരു സംഭവമാണ് ബോംബ് സ്ഫോടനം. പലതും ഇത് മാത്രമല്ല കേട്ടോ, ഇതൊരു രാഷ്ട്രീയമായിട്ട് ആരും കാണണ്ട. നമ്മൾ ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ്. അതായത് ബോംബ് സ്ഫോടനം ഉണ്ടാവണു, മറ്റുള്ള അപകടം ഉണ്ടാവണു. പക്ഷേ എന്തിനു വേണ്ടി നിർമ്മിക്കുന്നു, ആർക്ക് വേണ്ടി നിർമ്മിക്കുന്നു, ഈ നിർമ്മിച്ച സാധനങ്ങൾ എവിടെയാ എന്നല്ലേ, എവിടെയെന്ന് നമുക്ക് മനസ്സിലാവണം അല്ലേ? അതായത് എവിടെയാണ്, എങ്ങനെയാണ്, ആർക്കെതിരെ ഉപയോഗിക്കുന്നു? അല്ല, അത് ഉപയോഗിക്കുന്നത് കാണുന്നില്ല, കേരളത്തിൽ ഉപയോഗിക്കുന്നത് കാണുന്നില്ല അല്ലേ? ജാബി ഒരുപാട് സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുന്ന മനുഷ്യനാണ്. ഇപ്പോൾ ജാബി എവിടുന്നാണ് ഇതൊക്കെ കണ്ടിട്ടുണ്ട്? ശരിക്കും കണ്ടിട്ടുണ്ട്. പൊട്ടുന്നത് അറിയാം, പൊട്ടിക്കുന്നതൊക്കെ അറിയാം, പണ്ട് കേട്ടിട്ടുണ്ട് ഒരുപാട്. ഇപ്പൊ അത്ര ഇല്ലെങ്കിലും കൂടിയിട്ട്. കേരളത്തിൽ ഇപ്പൊ ഇങ്ങനെയൊക്കെ അല്ല, അന്യ സംസ്ഥാനങ്ങൾ പൊട്ടുന്നുണ്ടോ? അതെ അതെ, ഉണ്ട് ഉണ്ട്, ഉള്ളതായിട്ടും അറിയാം. പക്ഷെ ഈ കേരളത്തിൽ ഇങ്ങനെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതാണ് ഇല്ല, അതാണ് പ്രശ്നം. അപ്പൊ ഉണ്ടാക്കുന്ന ബോംബ് എവിടെ പോകണം എന്നുള്ളത് ജസ്റ്റ് അതൊരു നല്ലൊരു ക്വസ്റ്റ്യൻ അല്ലേ? ഇത് എവിടെയൊക്കെയാണ് ഇത് പോകുന്നത്, എന്താണ് ഇത് സംഭവിക്കുന്നത്? ഒരു ഇത് ഒന്നില്ലെങ്കിൽ ഒരു പാർട്ടിക്കെതിരെ, ഇപ്പം ഒരു പാർട്ടിക്കെതിരെ ഇങ്ങനെ ഉപയോഗിച്ചു, അവിടെ പൊട്ടിത്തെറിച്ച് ബോംബ് സ്ഫോടനം ഒന്നും ഞാൻ കേട്ടിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ തവണ തിരുവനന്തപുരത്ത് ബോംബ് സ്ഫോടനം ഉണ്ടായി അല്ലേ? ഒരാളുടെ കൈപ്പത്തിയൊക്കെ നഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ പറയുന്നത് അത് BJPയുടെ ആയിരുന്നു, ഇത് ഇടതുപക്ഷത്തിൻ്റെ എന്ന് പറയപ്പെടുന്നു. ഇതെന്താണ് സംഭവം? ആക്ച്വലി വല്ലാത്തൊരു രീതിയിലേക്കുള്ള ഒരു കൺഫ്യൂഷൻ അല്ലേ? അല്ലെങ്കിൽ ഇതുപോലത്തെ ബോംബ് സ്ക്വാഡൊക്കെ ഉണ്ടല്ലേ, ശരിക്കും അവരൊക്കെ വെറുതെ ഇരിക്കുകയാണോ അവിടെ? ഇതൊന്നും കണ്ടെത്താൻ പറ്റുന്നില്ല. അതും നമ്മളെ കേരളത്തിൽ പോലെ ഇത്രയും ജനങ്ങൾ അടുത്ത് തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്തൊക്കെ ഇങ്ങനെ ബോംബ് നിർമ്മിക്കുക, എന്നിട്ട് കയ്യിൽ നിന്ന് പൊട്ടുക, ഇതൊക്കെ ഭയങ്കര വിചിത്രമായിട്ട് തോന്നുന്നു. പൊട്ടുമ്പോൾ മാത്രമാണ് അറിയുന്നത്. അതെ അതെ, പൊട്ടുമ്പോഴേ അറിയുന്നത്. അത് വലിയൊരു ഇത്രയും തിങ്ങിപ്പാർക്കുന്ന കേരളത്തിൽ ഇവിടെ ഒന്നും ഇങ്ങനെ, അത് പ്രത്യേകിച്ച് കണ്ണൂര്, ട്രിവാൻഡ്രം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ നടക്കുന്നു. പക്ഷെ ഇതൊന്നും ആർക്കെതിരെ, ഇപ്പോൾ അവിടെ ഒന്നില്ല, നമ്മൾ അതിനെക്കുറിച്ച് ഇപ്പോൾ ഉത്തരേന്ത്യയിലൊക്കെ നമ്മൾ ഒരുപാട് കേൾക്കുന്നുണ്ട്. ഇങ്ങനെ നടക്കുന്ന സംഭവങ്ങളിൽ ഇങ്ങനെ പൊട്ടുന്നുണ്ട്, അവിടെ പൊട്ടിക്കുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ കാണില്ല. അതുകൊണ്ട് നിങ്ങളൊരു തീർച്ചയായും ഇത് രാവിലെ ജാവി പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ മാർക്ക് തോന്നിയാണ്. എൻ്റെ മനസ്സിനോട് തന്നെ ഞാൻ ചോദിക്കുകയാണ്, എവിടെയാണ് ബോംബ് സ്ഫോടനം നടക്കുന്നത്? എവിടെയും നടക്കുന്നില്ല.
ബോംബ് സ്ഫോടനം എവിടെയും കേരളത്തിൽ നടക്കുന്നില്ല. അപ്പോൾ ഒന്നുകിൽ ഇത് സംശയിക്കേണ്ടത് ഇത് ഉണ്ടാക്കിയിട്ട് എക്സ്പോർട്ട് ചെയ്യുന്ന സംഭവം ഉണ്ടാവും. ബോംബ് സ്ക്വാഡ് എന്നുള്ള സംഭവം ശരിക്കും വല്ലാത്ത രീതിയിലേക്ക് ചെക്ക് ചെയ്യണ്ടല്ലേ, പരിശോധിക്കേണ്ട കാര്യം കഴിഞ്ഞു. ഇത് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതല്ലേ, കാലാകാലങ്ങളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ ബോംബ് സ്ഫോടനം എന്നുള്ളതല്ലേ. പക്ഷെ ആ ബോംബുകളൊന്നും ഇവിടെ ഉപയോഗിക്കുന്നില്ല. ഞാൻ കണ്ണൂർ ജീവിക്കുന്ന ആളാണ്, നമുക്കും അറിയാലോ ഇവിടെ ഇങ്ങനെയൊന്നും ഔട്ടുള്ള ഒന്നും അറിയപ്പെടുന്നില്ല. അപ്പോൾ ഇത് എന്താണ് സംഭവം, ഇത് ആർക്ക് വേണ്ടിയാണ്, ഇത് എന്താണ് അല്ലേ? അത് ശരിക്കും ചിന്തിക്കേണ്ട വിഷയം തന്നെയല്ലേ, സമൂഹം ചിന്തിക്കേണ്ട വിഷയം തന്നെയല്ലേ അത്. നമ്മുടെ നാട്ടിൽ ബോംബ് ഉണ്ടാക്കുന്നു എന്ന് പറയപ്പെടുന്നു. ബോംബ് എന്തായാലും ഒന്നും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ഉണ്ടാക്കില്ലല്ലോ, ഒരുപാട് ബോംബ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ ഉണ്ടാക്കുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ വേണ്ട കുറച്ച് അത്തരം കേന്ദ്രങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഒരു 10 എണ്ണം വെച്ച ഒരാളുണ്ടെങ്കിൽ 100 എണ്ണം വേണമല്ലോ. ആ 100 എണ്ണം കേരളത്തിൽ എവിടെയും പൊട്ടുന്നില്ല. അത് വല്ലാത്ത അല്ലേ, വല്ലാത്ത രീതിയിൽ സീരിയസ് ആയിട്ട് ഇത് ചിരിച്ച് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമേ അല്ല ജാബി. പിന്നെ ഇതിന് ഫർദറായിട്ട് കണ്ടുപിടിക്കുന്നില്ല. അങ്ങനെ ഒരാളിൽ നിന്ന് പൊട്ടുന്നുണ്ട്, അതിൻ്റെ പുറകെ അതിന് കേസോ അതിനോടനുബന്ധിച്ച് ബോംബ് കണ്ടെത്തുക. ഇവിടെ ബോംബ് സ്ക്വാഡ് എല്ലാം ഉണ്ട് സെൻട്രൽ ഗവൺമെന്റിന്. ഇതൊന്നും കണ്ടെത്തുന്നോ അതിനെക്കുറിച്ച് പിന്നെ ഒന്നും കേൾക്കുന്ന പോലും ഇല്ല. സോ ഇത് ഒരു തരത്തിൽ ഭയാനകവും മറ്റൊരു തരത്തിൽ നോക്കുകയാണെങ്കിൽ കോമഡിയാണ്. പക്ഷേ കോമഡിക്ക് അപ്പുറത്തേക്ക് ഇത്തരം സംഭവങ്ങൾ കയറ്റുമതി ചെയ്യേണ്ടതൊന്നും പറയാൻ പറ്റത്തില്ല. അത് അന്യ സംസ്ഥാനങ്ങളിൽ പൊട്ടുന്ന സാധനം നമ്മളെ കേരളത്തിൽ നിർമ്മിച്ചാണെന്ന് പറയാൻ പറ്റുമോ? അതെ അതെ അതെ, കാരണം ഇവിടെ അങ്ങനെ കാണുന്നില്ല, കേൾക്കുന്നില്ല. അപ്പൊ ഇത് എന്തിന് ഇത്രത്തോളം നിർമ്മിക്കും? അപ്പൊ ഇതിവിടെ രാഷ്ട്രീയക്കാർക്ക് വേണ്ടിയിട്ട്, ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് വേണ്ടി ഉണ്ടാക്കുന്ന എല്ലാം എന്നാണ് എന്റെ ഒരു ധാരണ. ഇത് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന മിക്കവാറും നമ്മളിങ്ങനെ ഇത്രത്തോളം നിർമ്മിക്കപ്പെടുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ അതിനെ കുറിച്ച് നമുക്ക് എന്തെങ്കിലും ഒരു ന്യൂസസ് ഒക്കെ വരണ്ടേ. ഇപ്പൊ അവിടെ ബോംബ് എറിഞ്ഞ് ഇവിടെ വളരെ അപൂർവമായിട്ട് കേൾക്കാറുണ്ടെങ്കിലും പോലും ഇതൊക്കെ അപൂർവമായിട്ടല്ല, ഇപ്പൊ അടുത്ത് കേട്ടേ ഇല്ലല്ലോ, കുറച്ചു കാലം ശേഷം ഇല്ലല്ലോ. പക്ഷെ ഇവിടെ ബോംബ് നിർമ്മാണ കേന്ദ്രങ്ങൾ ഉണ്ട്, പല ആളുകളും പറയുന്നുണ്ട്. പക്ഷെ അത് എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ ആക്സിഡന്റ് എന്നൊക്കെ പറയുമ്പോൾ എപ്പോഴെങ്കിലും വരുന്നത് അതെ, ഈ ആകസ്മികമായിട്ട് ബോംബ് പൊട്ടുന്നു, കയ്യിൽ നിന്ന് പൊട്ടുന്നു എന്നൊക്കെ പറയുമ്പോൾ എത്ര നിർമ്മിക്കുന്നുണ്ടാവും. അതൊക്കെ ഒരു ഇതിനൊരു ലെയറല്ലേ, ഒരു വശമല്ലേ അതൊക്കെ. അപ്പൊ അതവിടെ പോകുന്നു. അതല്ലേ, അതാണ് ക്വസ്റ്റ്യൻ, അതൊരു ചോദ്യം. നമുക്ക് ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുന്ന സംഭവം. അതെ അതെ അതെ, നമുക്ക് അറിയണോ ശരിക്കും എവിടെ പോകുന്നു ഈ ബോംബ് ഉണ്ടാക്കിയതെന്ന് അല്ലേ? നമുക്ക് ഈ ബോംബ് സാധാരണ ഈ ബോംബ് ഇത്രയേറെ ഉണ്ടാക്കിയിട്ട് എനിക്ക് കൺഫ്യൂഷൻ ഇതാന്നേ. ഈ ഇത്രയും ബോംബുകൾ ഉണ്ടാക്കുന്നുണ്ട്, പക്ഷേ ഉണ്ടാക്കുന്നുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. പല കേന്ദ്രങ്ങളും ബോംബ് ഉണ്ടാക്കുന്ന കേന്ദ്രങ്ങളുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് എവിടെയും കേരളത്തിൽ പൊട്ടുന്നില്ല എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ശരിക്കും? ഞാൻ പ്രേക്ഷകരോടാണ് ചോദിക്കുന്നത്. ഇത്രയേറെ ബോംബ് ഉണ്ടാക്കുന്ന കേന്ദ്രങ്ങൾ പല സ്ഥലങ്ങളിലുണ്ടെന്ന് പറയുന്നു, പക്ഷെ ആ ബോംബുകളൊന്നും കേരളത്തിൽ പൊട്ടുന്നില്ല. അതപ്പോൾ എവിടെ പോകുന്നു? നിങ്ങൾ ചിന്തിക്കുന്നില്ലേ ഒരു തവണയെങ്കിലും? ചിന്തിക്കേണ്ട വിഷയം തന്നെയല്ലേ ഇത്? എനിക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ് ഞാൻ ശരിക്കും ചോദിക്കുന്നത്. ഞങ്ങൾ രണ്ടാളും കൂടെ രാവിലെ ചർച്ച ചെയ്ത സമയത്താണ് ഇത്തരമൊരു ആശയം ഞങ്ങളുടെ മനസ്സിൽ വന്നു. എവിടെ പൊട്ടുന്നു? ഞാൻ ജാബിയോട് പറയാണ് എവിടെ പൊട്ടുന്നു എന്നുള്ളത്. ജാബി പറയുന്നു എവിടെ പൊട്ടുന്നു, എക്സ്പോർട്ട് ചെയ്യേണ്ടാവുന്നത്. അതായത് ഇത്തരം രീതിയിലേക്ക് ശരിക്കും ഇത് ചെറിയൊരു കോൺസെപ്റ്റ് ആണെങ്കിൽ പോലും വലിയ രീതിയിലേക്ക് ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ്. അപ്പോൾ എവിടെ പോകുന്നു എന്നുള്ളത് ശരിക്കും ചിന്തിക്കേണ്ടത് തന്നെയാണ്. ഇത് പാർട്ടികൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പം പാർട്ടികളെ അണികളെ എന്തെങ്കിലും വകവരുത്താൻ വേണ്ടിയിട്ടാവണം. അത്തരം ഒരു രീതിയിൽ കുറേ കാലങ്ങളായിട്ടൂടെ ഇല്ല. അപ്പോൾ ഇത് ബോംബ് സ്റ്റോക്ക് ചെയ്യുകയാണോ? ഇനിയിപ്പോൾ അവസരം വരുന്ന സമയത്ത് ഒന്നായിട്ട് ഉപയോഗിക്കാനുള്ള കണ്ടീഷനാണോ? എന്തായാലും ജനങ്ങളോട് ചോദിക്കുകയാണ് നമ്മൾ. ജനങ്ങൾക്കാണ് വിട്ടുവരുന്നത്. എന്താണ് സംഭവം ഇത് ചെയ്യുന്നത്? ഈ ബോംബ് ഉണ്ടാക്കിയിട്ട് എന്താണ് ചെയ്യുന്നത്? ചില ആളുകൾ, കുറച്ച് ആളുകളൊക്കെ ഇത് കേൾക്കുന്നുണ്ടാവുമല്ലോ, കുറച്ച് ആൾക്കാർക്ക് ഇതിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടാവും. എന്താണ് ആവശ്യങ്ങൾ, അല്ലെങ്കിൽ എന്താണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നതിനുള്ള സംഭവം മനസ്സിലാണ്ടാവും. അതൊക്കെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ സഹായിക്കേണ്ട ഒരു രീതിയൊക്കെ പോകൂലേ ശരിക്കും? ഇത്തരം സംഭവങ്ങളൊക്കെ ബോംബ് സ്ഫോടനം എന്ന് പറഞ്ഞ സാധനം തന്നെ ഉണ്ടാവാൻ പാടില്ലാത്ത, ഇത് സാധാരണ നിർമ്മിക്കുന്ന സ്ഥലങ്ങളിലാണ് ഉണ്ടാവുന്നത്. അവിടെയാണ് പ്രശ്നം. അവിടെയാണ് ഇത്തരം വീഡിയോക്ക് പ്രാധാന്യം. തന്നെയല്ല, ഇത് ഉപയോഗപ്പെടുന്നില്ലല്ലോ. അപ്പൊ ഇതൊക്കെ എങ്ങോട്ട് പോകുന്നത്? അത് ഭയങ്കര ഒരു കോമഡിയും ഒരു ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ് അല്ലേ ജനങ്ങളുടെ അല്ലേ? ഞാൻ വല്ലാത്ത രീതിയിലേക്ക് ജാബി രാവിലെ പറഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും എടുത്തു പറയാണ്. എനിക്ക് വല്ലാത്ത ക്വസ്റ്റ്യനായിപ്പോയി ശരിക്കും. ഇത് എന്ത് ചെയ്യുന്നു, എങ്ങോട്ട് പോകുന്നു? അത്തരം കേന്ദ്രങ്ങളുണ്ടെങ്കിൽ ശരിക്കും ഇനിയിപ്പോൾ ഞാൻ കേരളത്തിൽ ഉപയോഗിക്കുന്നില്ല എന്ന് നമ്മൾ ഏകദേശം ഉറപ്പിക്കുമ്പോഴും ഈ ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യുന്ന ഒരു ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് കടത്തി വിടുന്ന ഒരു ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ എന്തായാലും 100% ഇത്തരം ഫോഴ്സസ് അത് ശരിക്കും ബ്ലോക്ക് ചെയ്യപ്പെടേണ്ടതാണ് അല്ലേ ശരിക്കും? അല്ലേ? നമുക്ക് തന്നെ നാണക്കേടാണ് ശരിക്കും കേരളത്തിൽ നിന്ന്. ഉത്തരേന്ത്യൻസ് ഒക്കെ കേൾക്കും ഭയങ്കര ഭീകരമായി. ഓൾറെഡി ഇവിടെ ഒരു നെഗറ്റീവ് റോൾസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നെഗറ്റീവ് ഷെയ്ഡ് കേരളത്തിനെ കുറിച്ചിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നിടത്ത് പിന്നെ ഇതുപോലത്തെ ഒരു സംഭവം കൂടിയൊക്കെ കേൾക്കുമ്പോൾ ഇത് തീർച്ചയായിട്ടും നമുക്ക് ഭയങ്കര അപമാനകരമായ കാര്യമാണ്. ഇതൊക്കെ ചർച്ച ചെയ്യുമ്പോഴും വല്ലാത്തൊരു സന്തോഷം എന്ന് പറയുമ്പോൾ നമുക്ക് കേരളത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ സന്തോഷമല്ല ജാബി? സമാധാനപരമായിട്ട് അല്ലേ ശരിക്കും? അല്ലേ? ഇത്ര രീതിയിലേക്ക് പറയുമ്പോൾ ഇത് എവിടെ പോകുന്നു എന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അല്ലേ? അതെ. പക്ഷെ ഇത് എവിടെ പോകുന്നു എന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്.
പക്ഷേ ഇത് ഇവിടെ പൊട്ടുന്നുണ്ട് എന്ന് ചർച്ച ചെയ്യുന്നില്ല. അതാണ് ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് അല്ലേ? നമ്മൾ ശരിക്കും കേരളത്തിൽ പല ആളുകളും കേരളത്തെ കുറ്റം പറയുമ്പോഴും കേരളം ഉത്തർപ്രദേശ് ആക്കണം എന്നൊക്കെ പറയുമ്പോഴും കേരളത്തിലെ ഒരു അവസ്ഥ വല്ലാത്തൊരു രീതിയിലേക്ക് സന്തോഷകരം തന്നെയാണ്. പല ആളുകളും ഇവിടെ ഏറ്റവും വലിയ ഒരു രസം എന്ന് പറയുമ്പോൾ ഇവിടെ ഒരാൾ സുഖമില്ലാതെ കിടന്നാൽ, ഭക്ഷണം കിട്ടാതെ കിടന്നാൽ, അതുപോലെ തന്നെ ആർക്കെങ്കിലും അത്യാവശ്യം പാവപ്പെട്ട കുട്ടികളുടെ കല്യാണം വന്നാൽ, മറ്റുള്ള ആളുകൾ വന്നാൽ, മറ്റുള്ള സംഭവങ്ങളൊക്കെ വന്നാലും അത്യാവശ്യം ഒന്ന് ഫേസ്ബുക്ക് ലൈവോ അല്ലെങ്കിൽ ഒന്ന് ഫേസ്ബുക്കിൽ ഒന്ന് ഫേമസ് ആയി കഴിഞ്ഞാൽ അവരെ കൈ ചേർത്ത് പിടിക്കുന്ന, കൂട്ടിപ്പിടിക്കുന്ന ആളുകളാണ് ഇവിടെ കേരളത്തിലുള്ള ആളുകൾ. വല്ലാത്ത രീതിയിലേക്ക് തന്നെയാണ് കേരളം നമ്മൾ അറിയപ്പെടുന്നത്. മറ്റു സംസ്ഥാനങ്ങളിൽ പോയ ആളുകൾക്ക് അറിയാൻ പറ്റും. ഞാനൊക്കെ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ പോയ ആളായതുകൊണ്ടാണ് പറയുന്നത്. കേരളം ഈസ് നമ്പർ 1, ഒന്നും പറയാനില്ല. അത് ഇടതുപക്ഷത്തിനോടും പറയാണ്, വലതുപക്ഷത്തിനോടും പറയാണ്. BJP സർക്കാർ എന്നുള്ള സർക്കാർ ഇവിടെ എന്തൊക്കെയാണ് പറഞ്ഞുണ്ടാക്കുന്ന കണ്ടീഷനിലൊക്കെ ഉണ്ടെങ്കിലും കേരളം നമ്പർ 1 തന്നെയാണ്. വല്ലാത്ത രീതിയിലേക്ക് സന്തോഷമുള്ള നാട് തന്നെയാണ് ഇവിടെ. കുറച്ച് പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും, പക്ഷെ അതൊക്കെ അതിനപ്പുറത്തേക്ക് സുഖങ്ങളും സൗകര്യങ്ങളും ഇവിടെ നല്ലോണം ഉണ്ട് അല്ലേ? കേരളത്തെ കുറിച്ച് എന്താണ് ജാബിക്ക് പറയാനുള്ളത്? ഒരുപാട് യാത്ര ചെയ്ത ആളാണ്. അയ്യോ, ജീവിക്കാൻ ഏറ്റവും സുഖകരമായ സ്ഥലം കേരളം തന്നെയാണ്. അതിൽ കാര്യത്തിനും സംശയം. നമുക്ക് ആരോടും എന്ത് വേണമെങ്കിലും പറയാം. ചിരിച്ചുകൊണ്ടുള്ള ഫേസ് കാണാൻ പറ്റുക കേരളത്തിൽ മാത്രമാണ്. ചിരിച്ച മുഖങ്ങളുടെ ഫേസ് കൂടുതലും. ഒരു അപരിചിതരോട് ഒരു ചുമ്മാ ചിരിക്കുന്ന ഒരു ഫേസ് കാണിക്കും നമ്മളെ കേരളത്തിൽ മാത്രം. അങ്ങനെയുള്ള കേരളത്തിന് ഇപ്പം ഭയങ്കര നെഗറ്റീവ് ഷെയ്ഡ് വന്നുകൊണ്ടിരിക്കുക. എനിക്ക് എൻ്റെ കൂടെ ഉണ്ട്. നമ്മളെല്ലാവരും സുഹൃത്തുക്കളാണ്. എല്ലാ മതക്കാരും എല്ലാ പാർട്ടിക്കാരും സുഹൃത്തുക്കളായി ജീവിക്കുന്ന സ്ഥലമാണ് കേരളം. അവിടെ ഇങ്ങനെ ഒരു നെഗറ്റീവ് ഷെയ്ഡ് ഉണ്ടാക്കി ബോംബ് പൊട്ടുന്നു. പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ മറ്റേ ഇവരെ പ്രശ്നമില്ല, കേരള സ്റ്റോറിയിലും കേരളത്തെ കുറേ നെഗറ്റീവ് ഷെയ്ഡ് സൈസ് കാണിക്കുന്നു. ഇതൊക്കെ കാണിക്കുന്ന ഈ സന്ദർഭങ്ങളിൽ ഇങ്ങനെയൊക്കെ പൊട്ടുമ്പോൾ ഇത് ഭയങ്കരമായിട്ട് ചർച്ചയിൽ വരുന്ന കാര്യമാണ്. കേരളം ഉത്തർപ്രദേശ് ആക്കണം എന്നൊക്കെ പറയുന്ന ആളുകളോട് ഉത്തർപ്രദേശൊക്കെ ഒന്ന് പോയി സന്ദർശിക്കണം. ശരിക്കും എന്താണ് സിറ്റുവേഷൻ അല്ലേ? ഒരു രക്ഷയില്ലാത്ത രീതിയിലേക്കാണ്, ശരിക്കും വല്ലാത്ത രീതിയിലേക്കാണ്. എന്താണ് പറയുക, ഉത്തർപ്രദേശിലൊക്കെ ശരിക്കും ഇപ്പോഴും റിക്ഷയാണ്. ഇവിടെ റിക്ഷ എങ്ങനെ, സൈക്കിൾ റിക്ഷ അതുപോലത്തെ അത്തരം രീതിയിലേക്കൊക്കെയാണ്. ഇവിടെ ഒന്നും കാണാൻ കഴിയാത്ത സാധനങ്ങളാണ്. അതായത് വർഷങ്ങൾക്ക് പിന്നിലാണ് അവരിപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കേരളമൊക്കെ എത്രയോ മെച്ചമാണ്. അത് എല്ലാ സർക്കാരിനും, ഒരു സർക്കാരിനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നില്ല. ഇവിടെ ഭരിച്ച സർക്കാരുകൾ ഉണ്ടാക്കിയെടുത്ത, ഇവിടെ ഭരിച്ച ആളുകൾ ഉണ്ടാക്കിയെടുത്ത, അതുപോലെ തന്നെ പ്രവാസ ലോകത്തിൽ നയിക്കുന്ന പാവപ്പെട്ട പ്രവാസികൾ കഷ്ടപ്പെട്ട് പണിത ഒരു സാധനം കൂടെയാണ് കേരളം അല്ലേ? എല്ലാവരും പറയാൻ പറ്റുമോ? അവരുടെ കഠിനാധ്വാനത്തിന് ശരിക്കും വളർച്ച ഏറ്റവും കൂടുതൽ സഹായിച്ചത് വല്ലാത്ത 70-ലും 80-ലും 60 കാലഘട്ടങ്ങളിൽ കേരളത്തിന് വളർച്ച മെയിൻ അപ്രോഡ്. അത് അത്രയും ഇതിലേക്ക് ശരിക്കും എന്താണ് പറയുക, കേരളം എന്നുള്ള സംഭവം ഉണ്ടല്ലോ, വെരി ബെസ്റ്റ്, ഒന്നും പറയാനില്ല. ഞാനൊക്കെ കേരളത്തിൽ ജനിച്ചത് ഭാഗ്യമായിട്ട് അല്ലേ, മഹാഭാഗ്യമായിട്ട് കാണുവാണ്. സ്വാതന്ത്ര്യമില്ലാത്ത നാട്ടിൽ, സ്വാതന്ത്ര്യമില്ലാത്ത സംസ്ഥാനങ്ങളിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റും എന്താണ് ഇന്ത്യയിലെ സംസ്ഥാനമായ കേരളത്തിൻ്റെ വാല്യൂ എന്നാണ്. നന്ദി, നമസ്കാരം.